ന്യൂ ഇയറിന്റെ അന്ന് തന്നെ നമ്മുടെ പഞ്ചൂട്ടിനൊരു പണി കിട്ടി. ന്യൂ ഇയർ കറക്കം എല്ലാം കറങ്ങിയിട്ട് വന്നിട്ട് വീട്ടിലേക്ക് വണ്ടി കയറ്റുന്നതിനിടയ്ക്ക് മതിലിലൊന്ന് ഒരഞ്ഞതാണ്. ഇച്ചുവിനോട് വണ്ടി മുട്ടുമോ ഇല്ലയോ എന്ന് നോക്കിക്കോണം എന്ന് പറഞ്ഞു. ഇല്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് വരെ അതേ മുട്ടിന്ന്. ഈ മതിൽ ഞാൻ മുമ്പൊന്ന് ഇടിച്ചിട്ടിട്ട് പണിത് കൊടുത്തതായിരുന്നു. ഹലോ ഫാമിലി, വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു ബിൻ മിസ് ലൈഫ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഈ മുഖമൊക്കെ വീർപ്പിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ഇയറിന് അന്ന് രാവിലെ 11 മണിക്കായിരുന്നു നമുക്ക് ഡോക്ടർ സ്കിന്നിന്റെ അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നത്. 12:30 ആയിട്ട് നമ്മളെ വിളിക്കുന്നുണ്ടായിരുന്നില്ല. അതിന്റെ ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുവാണ്. ഇച്ചു ആണെങ്കിലും ഭയങ്കര ടയർഡായി. പിന്നെ ഒരു ഉച്ച കഴിഞ്ഞപ്പോഴേക്കാണ് നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയത്. പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് നമ്മുടെ ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. 2 മണിയായപ്പോൾ ഫ്ലവർ ഷോ കാണാൻ വേണ്ടി നാഗമ്പടം മൈതാനത്ത് ചെന്നപ്പോഴേക്കും അറിയുന്നു 3 മണിക്കാണ് അത് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. പിന്നെ നേരെ സ്റ്റുഡിയോയിൽ പോയി. സ്റ്റുഡിയോയിൽ സെയിൽ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ പോയി ചുമ്മാ കറങ്ങി നടക്കാൻ, ഒന്നും മേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് പോയതാണ്. പക്ഷേ സെയിലിലൊക്കെ കുറച്ച് നോക്കിയപ്പോഴേക്കും ഇച്ചുവിന് കുറച്ച് ഡ്രസ്സൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു. വന്നാൽ അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ നോക്കിയേക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ 2-3 ജോഡി ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. കോട്ടയം സ്റ്റുഡിയോയിൽ ചെരുപ്പുകളായാലും ഡ്രസ്സുകളായാലും എല്ലാം നിലത്തായിരിക്കും കിടക്കുന്നുണ്ടാവുക. ആരും അതൊന്നും എടുത്തു വെക്കുന്നത് കണ്ടിട്ടേ ഇല്ല. വേറൊരു സ്റ്റുഡിയോയിലും ഇങ്ങനെ നീറ്റ് അല്ലാത്ത രീതി കിടക്കുന്നത് കണ്ടിട്ടില്ല. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അത്? പിന്നെ ഇവിടുന്ന് നമ്മൾ ഇറങ്ങിയിട്ട് നേരെ ഈ ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. ഒരേ കളറിലുള്ള പൂക്കളൊക്കെ ഇങ്ങനെ അടുക്കിയടുക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഓരോ സ്ഥലത്തേക്ക് നോക്കുമ്പോഴും പല കളറിൽ നമ്മളിങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറേ ചെടികൾ കണ്ടു, കുറേ പൂക്കൾ കണ്ടു, കുറേ നിറങ്ങൾ കണ്ടു. ശരിക്കും പറയുകയാണെങ്കിൽ ചില നിറത്തിലുള്ള പൂക്കൾ, അത് ഈ ആന്തൂര്യത്തിൻ്റെയൊക്കെ ഇങ്ങനത്തെ വെറൈറ്റീസ് ഒക്കെ ഉണ്ടോ എന്ന് പോലും അറിയത്തില്ലായിരുന്നു. അതുപോലെ കുറേ മിക്സഡ് വെറൈറ്റീസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ എല്ലാം കാണാനായിട്ടൊക്കെ. പിന്നെ കുറേ സ്ഥലങ്ങളിൽ ഫോട്ടോ സ്പോട്ടുകൾ ഉണ്ടായിരുന്നു. ഓരോ ഫ്ലവേഴ്സിൻ്റെ സ്റ്റാൻഡുകൾ പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഓരോ ഡിസൈൻസിലുള്ളതുണ്ടായിരുന്നു. എല്ലാം കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഓപ്പൺ ഏവിയറി എന്നൊക്കെ കണ്ടപ്പോഴേക്കും കുറച്ച് പക്ഷികളെയൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും 2-3 പക്ഷികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് പ്രാവുകളും ഉണ്ടായിരുന്നു. പിന്നെ വേറെ പക്ഷികളെ ഒന്നും അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. മുൻപൊക്കെ പക്ഷികളെയും ഇഗ്വാനെയും പാമ്പിനെയും ഒക്കെ എടുത്തു വെച്ചിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുന്ന സ്ഥലങ്ങളിൽ ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ ക്യൂ നിൽക്കേണ്ടി വരുമായിരുന്നു. ഇപ്രാവശ്യം അവിടെ അങ്ങ് ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ടായിരുന്നത് ഓക്സിജന്റെ ഒരു ഔട്ട്ലെറ്റും ഫർണിച്ചറിന്റെ ഔട്ട്ലെറ്റും ഒക്കെ ആയിരുന്നു. അവിടേക്ക് നമ്മൾ കൂടുതലായിട്ട് നിന്നില്ല. ഈ ഒരു ബുക്ക് സ്റ്റോളിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ സമയം നോക്കിയിട്ടുണ്ടായിരുന്നത്. കുറേ മലയാളം നോവൽസ് ഒക്കെ 10% ഡിസ്കൗണ്ടിൽ ഉണ്ടായിരുന്നു. പിന്നെ 5 ബുക്കിന് 200 രൂപയ്ക്ക് കുറേ ഇംഗ്ലീഷ് സ്റ്റോറീസ് ഉണ്ടായിരുന്നു. ഇച്ചുവിന് വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് സ്റ്റോറീസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് പച്ചക്കറി വിത്തുകളൊക്കെ വാങ്ങിക്കൊണ്ട് വരുമ്പോഴാണ് അവിടെ VR ഷോയുടെ ഔട്ട്ലെറ്റ് കണ്ടത്. അപ്പോൾ ഇച്ചുനാവുന്ന എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് പറഞ്ഞു. ഓടി എന്നെ കാണാനല്ല വെച്ചേക്കുന്നത്. അവളെന്തായാലും അത് നന്നായിട്ട് എൻജോയ് ചെയ്തു. എന്തോ സോംബിയൊക്കെ വരുന്നുണ്ടായിരുന്നോ, കുഴിയിലേക്ക് പോകുന്നുണ്ടായിരുന്നോ, ഏതാണ്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇച്ചു ഇങ്ങനെ എൻജോയ് ചെയ്യുന്ന കണ്ടപ്പോഴേക്കും സന്തോഷം തോന്നി. പിന്നെ ഇവിടുന്ന് നമ്മൾ പുറത്തിറങ്ങി കരിമീൻ ജ്യൂസ് ഒക്കെ കുടിച്ചു. അവൾക്കൊരു പൊട്ടറ്റോ സ്പൈറൽ ചിപ്സ് വേണമെന്ന് പറഞ്ഞു. അതൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് പിന്നെ നമ്മൾ പോയി ഒരു മാവിൻ്റെ തൈ വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോഴായിരുന്നു നമ്മുടെ വണ്ടി ഒന്ന് ഉരഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.